ആഴ്ച കൊടുക്കുന്ന ഒന്നാമത്തെ ദിവസം ആരാധനയ്ക്കായി കടന്നുവരിക്കുന്ന മനസ്സിലേക്ക് തോന്നുന്നു ജനത്തെ കർത്താവ് സന്ദർശിക്കുന്നത് ഭവനങ്ങളായിട്ട് ശുദ്ധീകരണവും വിടുതലും ആശ്വാസവും പ്രത്യാശാവൃത്തിയും പ്രാപിക്കാനുള്ള കർത്താവ് തരുമാറാകണം. ഞങ്ങളെ കുറവുകളൊന്നും ഓർക്കില്ലേ കർത്താവ് നമ്മോടാകട്ടെ കാത്തോളം അനുഗ്രഹിക്കണം. വായിച്ച സങ്കീർത്തനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ എല്ലാവർക്കും കൃപ മതിയേ എൻ പ്രിയനേ, എനിക്കു നിൻ കൃപ മതിയേ, എനിക്കു നിൻ കൃപ മതിയേ എൻ പ്രിയനേ, എനിക്കു നിൻ കൃപ മതിയേ. ദുരിതം നിറയും മരുവിലമാ, ദുരിതം നിറയും മരുവിലമാ, എനിക്കു നിൻ കൃപ മതിയേ, എനിക്കു നിൻ കൃപ മതിയേ എൻ പ്രിയനേ, എനിക്കു നിൻ കൃപ മതിയേ. ആശ്രയിപ്പാനൊരു ദേഹിയുമില്ല, ആശ്വസിപ്പാനൊരു ഇടവുമില്ല, ആശ്രയിപ്പാനൊരു ദേഹിയുമില്ല, ആശ്വസിപ്പാനൊരു ഇടവുമില്ല. ഒന്നേ മാത്രം ജീവമൊഴികൾ, ഒന്നേ മാത്രം ജീവമൊഴികൾ, മന്നീലെന്നാശ്വാസമായി എനിക്ക്, മന്നീലെന്നാശ്വാസമായി. ഒന്നേ മൊഴികൾ, ഒന്നേ മാത്രം ജീവമൊഴികൾ, മന്നീലെന്നാശ്വാസമായി എനിക്ക്, മന്നീലെന്നാശ്വാസമായി. എനിക്കു നിൻ കൃപ മതിയേ എൻ പ്രിയനേ, എനിക്കു നിൻ കൃപ മതിയേ, എനിക്കു നിൻ കൃപ മതിയേ എൻ പ്രിയനേ, എനിക്കു നിൻ കൃപ മതിയേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നതായ ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നാം ഈ കഴിഞ്ഞ ഒരാഴ്ച തൊട്ട കാലം തരണം ചെയ്ത് ഇവിടെ എത്തി. ഇന്ന് നമ്മൾ വിചാരിക്കുന്നത് വിശ്വാസത്തിലേക്ക് ഒരാൾ വന്നാൽ കർത്താവ് അയാളെ സഭയായിട്ട് വിളിച്ചു വേർതിരിച്ചാൽ അയാളെ കർത്താവ് ഭൂമിയിൽ നിന്ന് കർത്താവിൻ സന്നിധിയിലേക്ക് എടുക്കുന്നതുവരെയും ഒരു ദിവസം പോലും ഗണ്യമാക്കാതെ കളയേണ്ടതില്ല. അതെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നതാണ്. ഒരു ദിവസം പാഴായി പോകുന്നത് ഭക്തനെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ്. കാരണം നമുക്ക് 10, 30, 40, 50, 60 വയസ്സൊക്കെ ആയി. ബാല്യം മുതൽ തന്നെ നമ്മിൽ അനേക വിശ്വാസക്കാരല്ല. എന്നാൽ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ആയുസിന്റെ ഒരു ഘട്ടത്തിലാണ് നമ്മൾ കർത്താവിനാൽ വിളിക്കപ്പെട്ടു വന്നത്. അതുവരെയും ലോകം എന്താണെന്നും ലോകത്തിന്റെ പ്രവൃത്തി എന്താണെന്നും അതിനുള്ള സന്തോഷവും സുഖവും എന്തുമാത്രം ഉണ്ടെന്നും ഒക്കെ അറിയാനായിട്ട് കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം തന്നു. നമുക്ക് ബോധിച്ച പ്രകാരം നമ്മൾ നടന്നു. എന്നാൽ ലോകം എന്താണെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ജീവിതം തീത്തോസിന്റെ ലേഖനം പറഞ്ഞിരിക്കുന്ന പോലെ തക്ക സമയത്ത് കർത്താവ് തന്റെ വചനത്തെ വെളിപ്പെടുത്തി. തക്ക സമയം എന്ന് പറഞ്ഞാൽ വചനം വെളിപ്പെടുന്ന സമയമുണ്ട്, വെളിപ്പെടാത്ത സമയമുണ്ട്. ഞങ്ങൾ ഒരിക്കൽ സുവിശേഷം അറിയിച്ച് പോകുമ്പോ ഒരു ഭവനത്തിൽ ചെന്നപ്പോ ഞങ്ങളെ അപമാനിച്ചെന്നുള്ളതുപോലെ പറഞ്ഞു വിട്ടു. കേൾക്കണ്ട അവിടെ വന്നു. കാരണം അവർക്ക് അതിന് യാതൊന്നിനെയും കുറവില്ല. ചില നാളുകൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം
അതിലെ പോയപ്പോ അവർ ഭവനത്തിൽ കൈക്കൊണ്ട് സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ഭയത്തോടെ വചനം കേട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയാൻ ഇടയായിരിക്കും. അതിന്റെ കാരണം അതിനു മുമ്പ് ആദ്യം ഞങ്ങൾ പോകുമ്പോ അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ രണ്ടാമത് പോയപ്പോൾ അതല്ല. ഒരു ഭവനം പുതിയതായിട്ട് പണിതു, കടബാധ്യതകൾ വന്നു, ദേശത്ത് നിൽക്കാൻ നിർത്തിയില്ല, കടക്കാര് പ്രശ്നങ്ങളായിരിക്കുന്നു. അത് ഭവനം വിറ്റാൽ പോലും കടം തീരാത്തൊരവസ്ഥയാണ്. ആർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് തക്ക സമയത്ത് തന്റെ വചനത്തെ വെളിപ്പെടുത്തുന്ന ദൈവം. ദൈവത്തിന്റെ വചനം കേൾക്കണമെങ്കിൽ ചെവികളെ തുറക്കണം. ചെവികളെ തുറക്കണമെങ്കിൽ കഷ്ടവും അരിഷ്ടതയും വേണം. കഷ്ടവും അരിഷ്ടതയും വരുമ്പോ മനുഷ്യൻ ദൈവത്തിന്റെ വചനം കേൾക്കാൻ തയ്യാറാകുന്നവനാണ് ദൈവഭക്തൻ എന്ന് പറയുന്നത്. ലോകമനുഷ്യനെ എത്ര കണ്ടാലും മരിച്ചാലും ദൈവത്തിന് വചനം കേൾക്കില്ല. അത് വേറെ വിഷയം. അപ്പോ നമുക്ക് കർത്താവ് തക്ക സമയത്ത് വചനത്തെ വെളിപ്പെടുത്തി നമ്മെ കർത്താവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്ന നാൾ മുതൽ കർത്താവ് എടുക്കുന്നത് വരെയും ഒരു ദിവസം പോലും പാഴാക്കി കളയാനില്ല. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ തിരിച്ച് നമ്മൾ ചിന്തിക്കുമ്പോ നമ്മുടെ ഓരോ ദിവസവും പിന്നിട്ട അനുഭവങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ആകണം. യോബിന്റെ വയസ്സ് എത്രയായി? യോബ് പറയുന്നത് എന്താ അറിയോ? ഒരു മനുഷ്യന് നമ്മൾ ഗ്രഹിച്ചിട്ടുള്ളത് പോലെ ഒരു വർഷം 365 ദിവസമാണ്. 10 വർഷം 3600 ദിവസം വരും. 50 വർഷം എന്ന് പറയുമ്പോൾ 15,000 ദിവസം വരും. എന്നാൽ തിരിച്ചറിവായതിനു ശേഷം ആയിരക്കണക്കിന് ദിവസം താൻ പിന്നിട്ടതാണ്. തനിക്ക് കഷ്ടം വന്നപ്പോൾ യോബ് തിരിഞ്ഞു പറയുകയാണ്, എന്റെ ഹൃദയം ഒരു ദിവസത്തെയും എന്നെ നോക്കി ആക്ഷേപിക്കുന്നില്ല. എന്റെ ഹൃദയത്തിൽ ഒരു ദിവസം പോലും ഞാൻ കടന്നു വന്ന ഒരു ദിവസം പോലും അത് പാഴായി പോയല്ലോ, അത് അങ്ങനെ വേണ്ടായിരുന്നു, അയ്യോ അന്ന് നീ അത് ചെയ്ത് ശരിയായില്ല, ആ ദിവസം നിനക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് പറയാൻ ഇടയായിട്ടില്ല. അതെന്ത് പ്രാഗൽഭ്യം! ആണോ വചനം വെച്ചോണ്ട് ഞാൻ പലപ്പോഴും എന്നെ തന്നെ പരിശോധിക്കുമ്പോ എത്ര പ്രാവശ്യം തള്ളി പറഞ്ഞിട്ടുണ്ട്, എത്ര പ്രാവശ്യം ധിക്കരിച്ചിട്ടുണ്ട്, എത്ര പ്രാവശ്യം അനുസരണക്കേട് കളിച്ചിട്ടുണ്ട്, എന്തെല്ലാം എത്രയോ നാളുകൾ, എത്രയോ ദിവസങ്ങൾ പാഴാക്കി കളഞ്ഞു. പറഞ്ഞതിന് സാരം ഇനിയെങ്കിലും നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം. കാരണം കഴിഞ്ഞ ഒരാഴ്ചയുടെ കാലം നമ്മൾ ഈ ആരാധനയ്ക്ക് ശേഷം ഇത്രയും ദിവസമായി. ഈ ദിവസം മുഴുവനും ഈ ദിവസങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയും ജീവിതം 24 മണിക്കൂറും ഏറ്റവും ഭക്തനും യേശുനാമക്കാരനുമായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ പറയാൻ സാധിക്കുകയില്ല. പക്ഷേ ഒരു ദിവസത്തേക്കല്ല, ദൈവത്തിന് മുൻപാകെ നീതീകരിക്കപ്പെടുന്ന ഒരു നിമിഷമെങ്കിലും ദൈവം നമുക്ക് തന്നാൽ ആ ദിവസം നമുക്ക് നഷ്ടപ്പെട്ടു പോവില്ല. പക, വിദ്വേഷം, വെറുപ്പ്, പ്രതികാരം, ഇങ്ങനെയുള്ള പല ചിന്തകളും എല്ലാം നമ്മൾ കഴിച്ചിരിക്കാം. പക്ഷെ ഇതെല്ലാം കഴിയുമ്പോഴും ഉള്ളിൽ ഒരു ചിന്ത, അത് വേണ്ടായിരുന്നു, ശരിയല്ല, ഇവിടെ തെറ്റ് എത്രമാത്രം ഉണ്ട്. ഒരു ചിന്ത മതി, ആ ദിവസം നമുക്ക് നേടി, ആ ദിവസം നമുക്ക് കിട്ടി. പക്ഷെ ഇന്ന് ദൈവസഭയോട് ദൈവത്തിന് പറയാനുള്ളത് ഗൗരവമായ ഒരു കാര്യമാണ്. ഇന്ന് നീരസവും കോപവും പ്രതികാരവും ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസത്തിലേക്കും കടക്കുന്നുവെങ്കിൽ ഇത് പിശാചിനുള്ള ഇടമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളാം. അതിന്മേൽ നമ്മുടെ മേൽ അവകാശം പറഞ്ഞ് നമ്മെ തകർത്തുകളാൻ ശ്രമിക്കുന്ന ശക്തി ഉണ്ടെന്ന് അറിഞ്ഞ് അസ്തമിക്കുന്നതിന് മുമ്പ് നമ്മൾ ദൈവത്തിന് മുമ്പാകെ ആ ദിവസത്തെ നേടിക്കൊള്ളണം. ആ ദിവസം ഇല്ലായെങ്കിൽ നഷ്ടപ്പെട്ടു പോയാൽ
ദിവസം നഷ്ടപ്പെട്ടതെന്ന് മാത്രമല്ല, നഷ്ടപ്പെട്ടു പോയ ദിവസത്തിൽ കൂടി ചത്ത് പ്രവേശിപ്പാനും സാധ്യതയുണ്ടെന്ന് വചനം നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് വചനം സ്പഷ്ടമായിട്ട് പറയുന്നു, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. നീരസപ്പെട്ടിരിക്കരുത്, അത് പോഷന്റെ മാർവിലാണ് വസിക്കുന്നത്. ഒരിക്കലും കോപം സംഗ്രഹിച്ചു വെക്കരുത്. ദുഷ്ടനാണ് കോപം സംഗ്രഹിച്ചു വെക്കുന്നത്. ഇതിലൊക്കെയും ഒരു നിമിഷം മതി ചിന്തകളിൽ തെറ്റിപ്പോകാത്തതും ചിന്ത ഇരുട്ടാകാത്തതുമായിട്ടുള്ള ഒരു മനുഷ്യനുണ്ടെന്ന് തോന്നുന്നില്ല ലോകത്ത്. എന്നാൽ അതിനൊക്കെയും അവസാനം എന്തെങ്കിലും ആവട്ടെ, നമ്മള് എന്തെല്ലാം കുറ്റങ്ങളും കുറവും കർത്താവ് ക്ഷമിച്ചതാണ്. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നത് കർത്താവല്ലേ, അത് പ്രവർത്തിക്കട്ടെ. ഞാൻ പ്രവർത്തിച്ച് തെറ്റുകാരനായി തീർന്നതിനേക്കാൾ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് മഹത്വം കൊടുത്താൽ അത് നമ്മുടെ ജീവിതത്തിനും നമ്മുടെ ബുദ്ധിമുട്ടുകൾക്കും തലമുറയ്ക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സഭയ്ക്കും ദേശത്തിനും ഒക്കെയും അത് നന്മയായിരിക്കുമെന്ന് ഇത് പ്രാരംഭമായിട്ട് നമുക്ക് ഓർത്തു പോകാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാണ്. ഇന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിച്ചത് 126 സങ്കീർത്തനം. 126 സങ്കീർത്തനം നോമ്പ് ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഇവിടെയല്ല, എവിടെയൊക്കെയോ ശുശ്രൂഷിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. 26 സങ്കീർത്തനവും 137 സങ്കീർത്തനവും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. 137 സങ്കീർത്തനം ദൈവത്തിന്റെ ജനം പ്രവാസത്തിലേക്ക് പോകുന്ന സന്ദർഭം. 126 സങ്കീർത്തനം പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വരുന്ന സങ്കീർത്തനം. ഇത് രണ്ടും കൂട്ടിയാണ്. പ്രവാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രവാസികൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ഗൾഫിൽ പോയി ലക്ഷക്കണക്കിന് മനുഷ്യര് ജീവിച്ച് അവരുടെ ശമ്പളം കൊണ്ട് അയക്കുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് അവര് പോയി അവിടെ ജീവിക്കുന്ന അവിടുത്തുകാരല്ലേ അവര്. എന്നാലും അവിടുന്ന് പോണം. പ്രവാസികൾ എന്ന് പറഞ്ഞാൽ സ്വദേശ, അതല്ല. ഇതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ ജനത്തിന്റെ പ്രത്യേകത. ദൈവത്തിന്റെ ജനം പറഞ്ഞാൽ അനുസരിക്കാതെയും ദൈവത്തിന്റെ ഹിതപ്രകാരം നിൽക്കാതെയും വരുമ്പോൾ, ശാഠ്യം കാണിക്കുകയും മത്സരിക്കുകയും ചെയ്യുമ്പോൾ, ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ കൂടിയെല്ലാം പോവുകയും ചെയ്യുമ്പോൾ കർത്താവ് അവരെ പ്രവാസത്തിലേക്ക് അയക്കും. സ്വദേശം വിട്ടു പോകേണ്ടി വരും. അതാണ് പ്രവാസകാലം. പ്രവാസകാലത്തേക്ക് പോകുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വദേശത്ത് വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള സന്തോഷവും കാര്യങ്ങളൊന്നും അത്രയും കിട്ടില്ല. അത്രയും സന്തോഷവും അന്നേരം ഉണ്ടാവില്ല. അതാ 137 സങ്കീർത്തനം പറയുന്നത്, ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയോ സന്തോഷത്തെയും സിയോൻ ഗീതങ്ങളെയും ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? ഇതിനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇപ്രകാരമാണ്. ഏത് പ്രവാസിയും സ്വദേശത്ത് നിന്ന് പോകുമ്പോ ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. എന്താണെന്നറിയാമോ? സിയോനെ ഓർക്കുമ്പോൾ അവരുടെ സ്വഭാവം എന്താണ്? സിയോനെ ഓർക്കുമ്പോൾ അവരുടെ പ്രത്യാശയായ, വിശ്വാസികളുടെ പ്രത്യാശയായ സിയോനെ ഓർക്കുമ്പോൾ പ്രവാസികളുടെ കണ്ണ് നിറയുന്നുണ്ടോ? പല വിശ്വാസികളുടെയും കണ്ണ് ഞാൻ എന്റെ നേരത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. സിയോൻ എന്ന് പറയുമ്പോൾ അവരുടെ കണ്ണ് നിറയോ? സിയോനുമായിട്ടുള്ള അവരുടെ ബന്ധം അതുപോലെയാണ്. യെരൂശലേം എന്ന് പറയുമ്പോൾ പ്രവാസിക്ക് ദുഃഖമാണ്. ഇത് ഒരു കാര്യം ഓർത്തുകൊള്ളണം, നിശ്ചയമായിട്ടും അവരുടെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്ന് അവർ തിരികെ വന്ന് മുൻപുള്ളതിനേക്കാൾ ശ്രേഷ്ഠ പദവിയിലെത്തി സന്തോഷിക്കുമെന്നുള്ളതിന്റെ അടയാളമാണ്. എന്തൊക്കെയാ? സിയോനെ ഓർക്കുമ്പോൾ പ്രവാസി കരയും, യെരൂശലേമിനെ ഓർക്കുമ്പോൾ
ദുഃഖിച്ചു, ദുഃഖിക്കും. അയ്യോ, ഞാൻ എവിടുന്നാ പോകുന്നത്? യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് ഇറങ്ങിപ്പോയെന്ന് വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് പോലെ യെരൂശലേമിൽ നിന്ന് വിട്ടു പോവുകയാണ്. സിയോനിൽ നിന്ന് അകന്നു പോവുകയാണ്. ഓർക്കുമ്പോൾ സങ്കടമുണ്ട്, ദുഃഖമുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നത് നിശ്ചയം അവരെ കർത്താവ് മടക്കിക്കൊണ്ടുവരും. അവരെ കർത്താവ് മടക്കിക്കൊണ്ടുവരും, യഥാസ്ഥാനപ്പെടുത്തും. അവർക്ക് നമ്മൾ യെശയ്യാപ്രവചനം 66-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ വായിക്കുന്നത് പോലെ യെരൂശലേമിനെ ചൊല്ലി ദുഃഖിക്കുന്നവരെ അവളോടൊപ്പം സന്തോഷിപ്പിക്കും. യെരൂശലേമിനെ ചൊല്ലി ദുഃഖിക്കുന്ന ഏത് മനുഷ്യനും അവളോടൊപ്പം സന്തോഷിക്കുന്ന, യെരൂശലേമിനോടൊപ്പം സന്തോഷിച്ചാർക്കുന്ന ഒരു ദിവസം ദൈവം വെച്ചിട്ടുണ്ട്. എന്നാൽ മറ്റൊരു ഒരു കൂട്ടമുണ്ട്. യെരൂശലേമിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, സിയോനിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഓർമ്മയൊന്നുമില്ല. പിന്നെ നമ്മൾ പറയും ചെന്നേടം തറവാട് എന്ന് ജാതികളിൽ പറഞ്ഞു കേട്ടോ. അവിടെ നമ്മള് ഇസ്രായേലിൽ നിന്ന് ജനം ചെതറിപ്പോയി. ഇവിടെ കൊച്ചിയിലും കൊടുങ്ങല്ലൂരും വടക്കംപറവൂരും ഒക്കെ വന്ന് അവര് പാർത്ത്. ഒടുവിൽ അവിടെ ദൈവം അവർക്ക് സ്വന്തമായ രാജ്യം കൊടുത്തു, വലിയ സമ്പത്ത് കൊടുത്തു, എല്ലാ സംരക്ഷണവും കൊടുത്തു, മാന്യത കൊടുത്തു, എല്ലാം കൊടുത്തു. അതില് വിശ്വസ്തമായ കുടുംബം എല്ലാം പോയി, ഒറ്റയിടമില്ല. അപ്പൊ ഓർക്കേണ്ടത്, പോകാനുള്ളവർക്ക് പ്രശ്നം വരുന്നത് ഒരു കൂട്ടരോട് ചോദിച്ച്, എന്താ നിങ്ങൾ പോകുന്നില്ലേ, നിങ്ങൾ യഹൂദന്മാരില്ലേ? അതെ, അവിടെ എപ്പോഴും യുദ്ധം, എന്നും പ്രശ്നങ്ങളാ. അവിടെ ചുറ്റുമൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാ. അവർക്ക് പോകാൻ താല്പര്യമില്ല. പക്ഷെ വേറൊരു കൂട്ടർ അങ്ങനെയല്ല. ഇവിടത്തെ സമ്പത്ത് മുഴുവനിട്ടിട്ട് ഒരു കാര്യമില്ല. ഏത് വിധേനയും അവിടെ ചെന്നാൽ മതി, ഏത് വിധേനയും. കാരണം അവരുടെ സ്വദേശം അവിടെയാണ്. ഇതാണ് രണ്ട് തരം മനുഷ്യരാണ്, രണ്ട് തരം. മറ്റു കൂട്ടർ എന്ന് പറയുന്നത് യെരൂശലേം വിട്ടു പോകുമ്പോഴും സിയോൻ വിട്ടു പോകുമ്പോഴും അവർക്കൊന്നും ദുഃഖമില്ല. അവരെ കണ്ടതൊന്നും അറിയാൻ പോകുന്നില്ല. ഇവിടെ വന്നിപ്പോ കേരളത്തിൽ വന്ന് സുഖമായിട്ട് ജീവിക്കുന്നു, വസ്തു മേടിച്ച് പണിയെടുത്ത് സമ്പാദിച്ച് സുഖമായിട്ട് ജീവിക്കുന്നതിന് അങ്ങോട്ട് പോകുന്ന കാര്യം, അതൊന്നും ഒരു കാര്യം. നമുക്ക് എല്ലാ ലോകം മുഴുവനും എല്ലാവർക്കും ജീവിക്കാൻ തന്നിട്ടുള്ളതാ. ഇത് അവരുടെ ന്യായം. അതങ്ങനെയല്ല, അതങ്ങനെയല്ല. ഒരിക്കലും അവര് ഇത് മറക്കില്ല. അതാണ് ആ പോകുന്ന പോക്കിൽ പറയുന്നത്, യെരൂശലേമേ നിന്നെ ഞാൻ മറക്കുന്നു നോക്കി എന്റെ വലങ്കൈ മറന്നു പോകും. യെരൂശലേമിനെ എന്റെ മുഖ്യ സന്തോഷത്തെക്കാൾ വിലമതിക്കാതെ പോയാൽ എന്നെ ആ വണ്ണാക്കൂടും തെറ്റിപ്പോകും. ഞാൻ പ്രവാസ ദേശത്ത് ചെന്ന് കനക കൊട്ടാരത്തിലാണ് ഞാൻ വസിക്കുന്നതെന്നിരിക്കട്ടെ, രാജപദവിയിലാണ് ഞാൻ ജീവിക്കുന്നതിരിക്കട്ടെ, അത് എനിക്ക് ശാശ്വതമല്ല. എനിക്ക് ശാശ്വതമല്ലെങ്കിൽ നെഹമ്യാവിനോട് ചോദിച്ചതുപോലെ രാജാവ് ചോദിക്കുകയാണ്, നെഹമ്യാവേ നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്താ? നിന്റെ മുഖം വാടിയ, നിന്റെ മുഖം ഇങ്ങനെ കുണ്ഠിതനായി നീ കണ്ടിട്ടില്ലല്ലോ. നീ ഇന്ന് നിനക്ക് എന്തിന്റെ കുറവൂടെ? നീ ഇവിടെ പ്രഭുവാണ്, എന്നത്തെ ഗവർണറാ. നെഹമ്യാവ് പറഞ്ഞാൽ വല്ലതും കൂലിപ്പണിക്കാരനല്ല, അവിടെ ഗവർണറാ. രാജാവിന് വീഞ്ഞൊഴിച്ചു കൊടുക്കുന്ന പദവി എന്ന് പറയുന്നത് ഗവർണറുടെ പദവിയാണ്. അത്രയും വലിയൊരു പദവിയിൽ ഇരിക്കുന്ന മനുഷ്യനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്റെ മുഖം പാടിയിരിക്കുന്നത് എന്താ? അവൻ പറയുകയാണ്, എന്റെ പിതാക്കന്മാരുടെ കലറുള്ള പട്ടണം തീ വെച്ച് ചുറ്റും ബന്ധും ഇരിക്കെ എന്റെ മുഖം പാടാതിരിക്കുന്ന എങ്ങനെ? ചെല്ലുന്ന പ്രവാസദേശത്ത് മഹാസമ്പന്നത ദൈവഭക്തനെ സന്തോഷിപ്പിക്കുകയില്ല. ദൈവഭക്തൻ സന്തോഷിക്കണമെങ്കിൽ അവൻ സിയോനെ കുറിച്ച് ഓർക്കണം, യെരൂശലേമിനെ കുറിച്ച് ഓർക്കണം. ഇവരെയാണ് കർത്താവ് മടക്കിക്കൊണ്ടുവരുന്നത്. ഇല്ലാത്തൊക്കെ ആ ചെന്ന സ്ഥലത്ത് കിടന്നാവും, അവിടെ നിന്നില്ലാതെ പോകും. എന്നാൽ ഇത് കൊള്ളവനെ യെരൂശലേമിനെ ഓർക്കുമ്പോൾ ദുഃഖിക്കുകയും യെരൂശലേമിനെ മുഖ്യ സന്തോഷത്തെക്കാൾ വിരോധിക്കുകയും ചെയ്യുന്ന, സിയോനെ ഓർക്കുമ്പോൾ കരയുന്ന
ആ ജനത്തെ കർത്താവ് മടക്കി വരുത്തും. എണ്ണം കുറവായിരിക്കും, പക്ഷേ ദൈവത്തിനുള്ളവർ. ഇതാണ് നമ്മൾ 126 സങ്കീർത്തനം അവരുടെ മടങ്ങിയവരിനെ കുറിച്ച് പറയുന്നത്. യഹോവ സീയോനിലെ പ്രവാസികൾ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും ഉണ്ടായിരുന്നു. ആർപ്പും ചിരിയും ഉണ്ടായിരുന്നു. എന്താണെന്നറിയാവോ? അവര് പ്രവാസകാലത്ത് ചെന്നിട്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? പ്രവാസകാലത്ത് ചെന്നിട്ട് അവിടെ കെട്ടിടം പണിയും അതും അല്ലായിരുന്നു. പിന്നെയോ അവിടെയും വേർപാടിൽ തന്നെ ജീവിച്ച് കണ്ണുനീരോടെ വിതയ്ക്ക് വിതച്ച് സത്യദൈവം ആരെന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്ന അവസ്ഥയായിരുന്നു. അവരെ കർത്താവ് മടക്കി വരുത്തും. അവർ ആർപ്പോടെ മടക്കി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരും, സിയോനിലേക്ക് മടങ്ങി വരും. ഇന്ന് ദൈവത്തിന്റെ ജനമായിട്ട് നമ്മൾ കൂടിയിരിക്കുന്നല്ലോ. നമ്മൾ ഏത് നിലയുമാകട്ടെ, കർത്താവ് ഹൃദയത്തെ നോക്കുമ്പോൾ, സിയോനെ ഓർക്കുമ്പോൾ, യെരൂശലേമിനെ ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയാവസ്ഥ എങ്ങനെയെന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. നിശ്ചയമായിട്ടും കർത്താവ് ഒരു അവധി നിശ്ചയിച്ച് നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട് എന്ന് ഓർത്തുകൊള്ളുക. ആ ദിവസം കാണുവാൻ തക്കവണ്ണം, ആ ദിവസം നമ്മൾ യെരൂശലേമിനോടൊപ്പം സന്തോഷിക്കാൻ തക്കവണ്ണം ഇന്ന് ആ യഥാസ്ഥാനത്തിന്റെ നാളുകൾ, നമ്മുടെ കൂട്ടായ്മയുടെ നാളുകൾ, ജീവന്റെ നാളുകൾ ഏറ്റവും ശ്രേഷ്ഠമായി നമ്മുടെ ഹൃദയത്തിൽ ആയിരിക്കും. ദൈവം നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ തലമുറയെ, നമ്മുടെ സഭയെ അനുഗ്രഹിച്ച് കർത്താവിന്റെ ഹിതപ്രകാരം കർത്താവ് നിശ്ചയിച്ച ഇടത്തിലേക്ക് നമ്മെ മടക്കി വെക്കുവാൻ ഇടവരുമാറാകും. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്, യഹോവ അവരിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നുവെന്ന് ജാതികളിൽ അന്ന് പറഞ്ഞു. യഹോവേ, തെക്കേ നാട്ടിലെ തൂണുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തുന്നു. തെക്കേ നാട്ടിലെ തൂണുകളെ പോലെ ഒഴുകിപ്പോയ വെള്ളം തിരികെ വരുമോ? എല്ലാവർക്കും വരില്ല. പടിഞ്ഞാറ് വേലിയേറ്റവും ഉള്ളിടത്ത് വരും. നമ്മൾ നോക്കിയെന്നാൽ കാണാം, പടിഞ്ഞാറൻ ദേശങ്ങളിൽ വെള്ളം കയറി വരുന്നു, ഇറങ്ങിപ്പോകുന്നു. അത് വലിയ പ്രവർത്തനം. ദൈവത്തിന് വാഗ്ദാനമായി ഇറങ്ങിപ്പോയത് എങ്ങനെയോ അതുപോലെ തന്നെ തിരിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവം ഇന്ന് തന്റെ ജനത്തെ ഒരുമിച്ച് കൂട്ടി പ്രവാസദേശത്തു നിന്നും, പ്രവാസത്തിന്റെ അനുഭവത്തിൽ നിന്നും മടക്കി വരുത്തി നമ്മളെല്ലാവരും ഒരുമിച്ച് നാമത്തിൽ ദൈവസഭയായി സന്തോഷിക്കുന്ന ഒരു ദിവസം ഉണ്ട് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ യഥാസ്ഥാനത്തിന് വേണ്ടി ദൈവങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ച് വലിയ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ജനത്തെ കർത്താവ് സന്തോഷിക്കട്ടെ. യേശു എന്റെ അടിസ്ഥാനം, ആശ്രയമവനിലത്രേ. യേശു എന്റെ അടിസ്ഥാനം.